ബേസിക്സ് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഡെറ്റ്, ഈക്വിറ്റി, ഈ രണ്ട് വാക്കുകളും നമ്മൾ വളരെ കാഷ്വലായിട്ട് പറയുന്ന രണ്ട് ടേംസ് ആണ്. എന്താണതെന്ന് ഞാനൊന്ന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു കമ്പനിയിലേക്ക് നമുക്ക് രണ്ട് തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആ കമ്പനിയിലേക്ക് നമ്മൾ കടം കൊടുക്കുന്നു. ആ കടം കൊടുക്കുമ്പോൾ ആ കൊടുത്ത ആൾക്ക് ഫിക്സഡ് ആയിട്ട് ഒരു പലിശ കിട്ടുന്നു, അല്ലേ? ആ കടം നിങ്ങൾ കൊടുക്കുന്നത് ഒരു ബാങ്കിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്പനിക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനായിരിക്കാം. അപ്പോൾ ഫിക്സഡ് ഇൻകം കിട്ടുന്നു. ആ കമ്പനി നാളെ ലാഭം ഉണ്ടാക്കിയാലും നഷ്ടം ഉണ്ടാക്കിയാലും ഒരു ഡെറ്റ് ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അത് അവരെ ബാധിക്കുന്നില്ല. ഇനി ഈക്വിറ്റി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ, അതായത് ആ കമ്പനിയുടെ ഓണർഷിപ്പിന്റെ ഭാഗമാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ഈക്വിറ്റി ഹോൾഡറെ സംബന്ധിച്ച് നിങ്ങൾ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഷെയർ വാങ്ങുന്നു. അവർക്ക് ആ കമ്പനി നന്നായാൽ, അതായത് ലാഭമുണ്ടാക്കിയാൽ ആ ഷെയർ പ്രൈസ് കൂടുന്നു, കമ്പനി മോശമായാൽ ആ ഷെയർ പ്രൈസ് ഇറങ്ങുന്നു. അപ്പോൾ ഇനി ഡെറ്റ്, ഈക്വിറ്റി എന്ന് കേൾക്കുമ്പോൾ ക്ലിയർ ആണല്ലോ. ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് റിട്ടേൺസ് ആണ്. ഈക്വിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് ആണ്.